ഹേ സിനിമകൾ തബലാർക്കൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന മൂവിനെ പറ്റിയാണ്. സിനിമയുടെ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അറിയിച്ചുകൊണ്ട് സിനിമ വരുന്ന ഓണത്തിന് റിലീസ് ചെയ്യുകയാണ്. മെയിലാണ് ആദ്യത്തെ റിലീസ് പറഞ്ഞത്, പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോസ്റ്ററിൽ നമ്മുടെ മോഹൻലാലിനെ കാണാം, വിസ്മയ മോഹൻലാലിനെ കാണാം. പിന്നെ നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ മോനാണെന്ന് തോന്നുന്നു സീറ്റിൻ്റെ പുറകിലുള്ളത്. എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തൊരു വലിയൊരു അപ്ഡേറ്റാണ് നമ്മുടെ ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ട് DUS എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു അമൽ നീരജ് ജോയിൻ്റ് എന്നാണ് അദ്ദേഹം അതിനൊരു തലക്കെട്ട് കൊടുത്തിരിക്കണം. നോർമലി ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാണല്ലോ. സിനിമയിൽ നമ്മുടെ നസ്ലിനുണ്ട്, സൗബിനുണ്ട്, ശ്രീനാഥ് വാസിയുണ്ട്, ഷൈൻ ടോം ചാക്കോയുണ്ട്, ഷർഫുദ്ദീനുണ്ട്, രജിഷ വിജയുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ടോവിനോ തോമസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയാണ്. കുറേ ക്യാമിയോസും ഉണ്ടാവുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിനിമയുടെ റേഞ്ച് എന്തായാലും മനസ്സിലാകുന്നുണ്ടാവും. അത്യാവശ്യം വൻ നിര കാസ്റ്റും നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയും പിന്നെ അമൽ നീരജ് പടം എന്ന് പറയുമ്പോൾ എന്തായാലും മലയാളികൾക്ക് കാത്തിരിക്കുന്ന ചിത്രം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ അവാർഡ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാട്ടാളൻ എന്ന സിനിമയുടെ ടീസറിൽ വരുന്ന ജാനുവരി 16 റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മെയ് 14 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും മലയാളത്തിലെ മോസ്റ്റ് അവൈറ്റഡ് മൂവിയിൽ വരുന്ന ഒരു മൂവി തന്നെയാണ് കാട്ടാളൻ. അപ്പോൾ നമുക്ക് എന്തായാലും സിനിമയുടെ ടീസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിലെ കരുക്ക് ടീം അഭിനയിക്കുന്ന സിനിമ വരികയാണെന്ന് കുറച്ച് മുന്നേ അവർ ഒഫീഷ്യലായിട്ടൊരു വാർത്ത അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അനന്തൂസാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത മാസം ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ലാലേട്ടൻ അങ്ങനെ കത്തനാർ എന്ന സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന്. സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് ലാലേട്ടൻ ഈ വരുന്ന ജാനുവരി 14 ജോയിൻ ചെയ്യുന്നതായിരിക്കും. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജയസൂര്യയായിട്ട് യാതൊരു കോമ്പിനേഷൻ സീൻസും ഇല്ലെന്നാണ് കേൾക്കുന്നത്. അത്യാവശ്യം ശക്തമായി കേൾക്കുന്ന ഒരു റൂമറാണ് നമ്മുടെ കണ്ണൂർ സ്കോഡിൻ്റെ 2ാം ഭാഗം വരാനിരിക്കുന്നു എന്ന്. അതോടെ ഉറപ്പൊന്നുമില്ല. എന്തായാലും ഒഫീഷ്യൽ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കസബ 2ഉം അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2 സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് വെയിറ്റ് ചെയ്യാം. വിഷ്ണു മോഹനാണല്ലോ നമ്മുടെ മേപ്പടിയാൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പം അടുത്തായിട്ട് സിനിമ ചെയ്യുന്നു എന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഓപ്പറേഷൻ ഗംഗേനെ പറ്റിയാണ് സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലോകേഷ് അടുത്തായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ചിത്രം നമ്മുടെ അല്ലു അർജുൻ്റെ ഒപ്പമാണല്ലോ. ഈ സിനിമയിൽ നമ്മുടെ ലോകേഷ് പ്രതിഫലം ചോദിക്കുന്നത് 75 കോടിയാണ്. അതായത് നമ്മുടെ കൈദി 2 മേളിലുള്ള ഒരു തുക തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വാവതിയാർ എന്ന കാർത്തി ചിത്രത്തിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. സിനിമ എന്തായാലും ഒഫീഷ്യലായിട്ട് ഒരു വാർത്ത അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന 14 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാർത്തി നായകനായ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി 2 OTT ന്യൂസ് ഉണ്ട്. ആദ്യത്തെ നമ്മുടെ അനന്ത എന്ന മൂവി ഈ വരുന്ന ജാനുവരി 13 സിംപ്ലി സൗത്തിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ജാനുവരി 15 നമ്മുടെ കിറുക്കൻ എന്ന മലയാളം ഫിലിമേയും സൺ നെസ്റ്റിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ സിനിമ വാർത്തകളും OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.